ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി വൈകിട്ട് തെരച്ചിൽ ആരംഭിക്കും. അല്പസമയത്തിനകം ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കും. ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ 5 മണിക്കൂർ വരെ സമയം വേണ്ടിവരും. അരുൺ പോപ്രമ്പ ഷിരൂരിൽ നിന്നും വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വിജയകുമാറിലേക്ക്. വിജയകുമാർ, ഈ 5 മണിക്കൂറൊക്കെ ഈ ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ സമയം വേണ്ടിവരുമെങ്കിൽ ഇന്ന് ദൗത്യം തുടങ്ങാൻ കഴിയുമോ? വേണു, ആ ദൗത്യമേഖലയിൽ ഇതുവരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. കാര്യമായ കാലാവസ്ഥാ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം അവിടെ കനത്ത മഴ ഈ സമയത്ത് പെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പോൾ മഴ ഇപ്പോഴത്തെ ഈ കൂടുതൽ സമയം നമ്മളുടെ ഈ പറയുന്ന യന്ത്രസാമഗ്രികൾ അതിൽ ഘടിപ്പിക്കുന്ന അടക്കമുള്ള ജോലികൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടെ അവിടെ പ്രാഥമിക തെരച്ചിൽ ഈ ഡ്രഡ്ജറിന് നടത്താൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ദൗത്യമേഖലയ്ക്ക് ഏതാണ്ട് 300 മീറ്റർ താഴെ ഈ ഡ്രഡ്ജർ ഇപ്പോൾ നങ്കൂരമിട്ടിട്ടുണ്ട്. നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ്. ആ ദൗത്യമേഖലയ്ക്ക് തൊട്ടടുത്തത് എത്തിയിട്ടുണ്ട്. അതിനിപ്പോൾ ഈ യന്ത്രസാമഗ്രികൾ ഘടിപ്പിച്ച് നേരെ ഈ മേഖലയിലേക്ക് എത്തുക എന്നത് മാത്രമാണ് അതിൻ്റെ ബാക്കിയുള്ളത്. ഒരു 3-4 മണിക്കൂർ അതിന് വേണ്ടി വരുമെന്നാണ് ഇതിലെ വിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം അവിടെ ഈ നിലയിൽ കാലാവസ്ഥ കാര്യമായ പ്രശ്നങ്ങൾ വെളിച്ചക്കുറവൊന്നും ഇല്ലെങ്കിൽ ഒരു 3 മണിയോടുകൂടി അവിടെ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2 സ്പോട്ടുകളാണ് പ്രധാനമായും ആഴത്തിൽ പരിശോധന നടത്തേണ്ടത്. ഒന്ന് ഈ ലക്ഷ്മണിൻ്റെ കടയുണ്ടായിരുന്ന ഭാഗത്ത്, അതിന് തൊട്ടു താഴെയും പിന്നീട് കുറച്ചപ്പുറത്ത് മാറിയുള്ള ആ 3 മൺകൂനകൾ ഇരിക്കുന്ന ഭാഗവും. അപ്പോൾ ആ 2 പ്രദേശങ്ങളിലാണ് നേരത്തെ നല്ല പ്രൊഫൈലുള്ള സോണാർ സിഗ്നൽ കിട്ടിയിരുന്നത്. നാവികസേനയുടെ പരിശോധനയിൽ ആ ഭാഗത്ത് എന്തോ ലോഹ സാമഗ്രികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗത്തെ തെരച്ചിലിൽ പ്രത്യേകിച്ച് ആ ചായക്കട ഇരുന്ന ആ ഭാഗത്തിന് താഴെയുള്ള മേഖലയിൽ നിന്ന് ഈ വാഹനത്തിൻ്റെ കയർ, അതിൽ ഈ തടിക്കഷ്ണങ്ങൾ കെട്ടിയ കയറിൻ്റെ ഭാഗങ്ങളും ഈ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളും അവിടെ ഒന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ ആഴത്തിൽ വളരെ വിശദമായ തെരച്ചിൽ നടത്തുക. വളരെ പ്രതീക്ഷയോടുകൂടി, എന്ന് വെച്ചാൽ ഇതിലൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ദൗത്യ സംഘം എന്നും നാളെ ഈ ദിവസങ്ങളിൽ ഇറങ്ങാൻ പോകുന്നത്. ആ ക്യാബിനിലേക്ക്, ആ ലോറിയുടെ ക്യാബിനിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അർജുൻ എന്തു പറ്റി എന്നതിൽ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അർജുൻ തന്നെയല്ല, മറ്റു 2 പേർ കൂടി ആ ദുരന്തത്തിൽ അകപ്പെട്ടവരുണ്ട്. അവരെക്കുറിച്ചും ഇതുവരെ വിവരങ്ങളില്ല. അപ്പോൾ ഈ 3 പേരെക്കുറിച്ച്, അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെ തെരച്ചിൽ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത്. അർജുൻ ഓടിച്ച ലോറി, അതിൻ്റെ ക്യാബിൻ, അത് ആ ഭാഗത്ത് മൺകൂമ്പാരത്തിൽ തന്നെ ഉണ്ട് എന്നാണ് കരുതുന്നത്. അവിടെ നിന്ന് ലോഹഭാഗങ്ങൾ അവിടെ കുടുങ്ങിയതിൻ്റെ സിഗ്നൽ ലഭിച്ചിരുന്നു. തടിക്കഷ്ണങ്ങൾ കിട്ടിയിരുന്നു. അവിടെ നിന്ന് ലോറിയുടെ ചില ഭാഗങ്ങൾ കിട്ടിയിരുന്നു. ആ തടിക്കഷ്ണങ്ങൾ കെട്ടാൻ ഉപയോഗിച്ച കയറ് കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് അവിടെയുണ്ട്. കാരണം അവിടെയാണ് ഏറ്റവും മണ്ണ് വലിയ തോതിൽ അവിടെ അടിഞ്ഞിരിക്കുന്ന അവിടെയാണ്. കാരണം അവിടെ ഒരു ആൽമരം അടക്കം അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിന് ചുറ്റും വലിയ തോതിൽ മൺകൂമ്പാരവുമുണ്ട്. വലിയ കല്ലും പാറയും മണ്ണുമൊക്കെ അവിടെ വലിയ തോതിൽ അവിടെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് ഏറ്റവും അധികം മണ്ണ് അങ്ങനെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അവിടെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്, അവിടുത്തെ ആ മണ്ണ് മാറ്റേണ്ടതുണ്ട് എന്നാണ് ഇതിനോടകം അവിടെ പരിശോധന നടത്തിയ മുഴുവൻ ഏജൻസികളും പറഞ്ഞത്. അവിടെ ആഴത്തിൽ പരിശോധന നടത്തി ഈശ്വർ മാൽപേ അടങ്ങുന്ന ടീം മാൽപേ അവരും അതുതന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുക എന്നതാണ്. അതിന് സാധാരണഗതിയിൽ ഈ ഡ്രഡ്ജർ അല്ലാതെ മറ്റൊന്നും അവിടെ എത്തിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ 2 വലിയ പാലങ്ങൾ കടന്ന് അതിൻ്റെ താഴെ കൂടെ കാലാവസ്ഥ അനുകൂലമായി വേലിയിറക്ക സമയത്ത് കൊണ്ടുവന്ന വലിയ സാഹസികമായ ജോലി ഈ ഡ്രഡ്ജർ അവിടെ എത്തിക്കുന്നതിന് വേണ്ടി വന്നു. അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കുറച്ച് സമയം കൂടുതൽ എടുത്തെങ്കിലും അത് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ദൗത്യത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. ഇനി അത് അവിടെ ഉപയോഗിക്കുക, അവിടെ ഇറക്കുക എന്നത് തന്നെയാണ് പ്രധാനം. അതിന് വേണ്ടുന്ന മറ്റ് യന്ത്രസാമഗ്രികളൊക്കെ അത് ഘടിപ്പിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 മണിക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നും നാളെയും ഒക്കെയായി നടക്കുന്ന തെരച്ചിൽ അതൊരു റിസൾട്ട് ഉണ്ടാകും, ഒരു ഫലപ്രാപ്തിയിലെത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ അവിടെ എത്തുന്നുണ്ട്. ജനപ്രതിനിധികൾ ഇതിന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കേരള സർക്കാർ ഈ വിഷയത്തിൽ നിരന്തരമായി ഒരു ഫോളോ അപ്പ് നടത്തുന്നുണ്ട്, വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ വലിയ ഇടപെടലൊക്കെ വേണ്ടി വന്നു ഇത്രയും വലിയൊരു ഡ്രഡ്ജർ അവിടെ എത്തിക്കുക. ഇത് സാധാരണ കടലിൽ കപ്പൽ ചാലിന് വീതി കൂട്ടുകയും ആഴം കൂട്ടുകയും ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രഡ്ജറാണ്. അത് അവിടെ നിന്ന് ഈ പോർട്ടിൽ നിന്ന് കാർവാറിലെത്തിക്കുക. കാർവാർ തുറമുഖത്ത് നിന്ന് ഈ ഗംഗാവലി നദിയിലൂടെ ഈ പറയുന്ന വേലിയിറക്ക സമയം നോക്കി ഈ 2 പാലത്തിൻ്റെ താഴെ ഭാഗത്തുകൂടി അതിന് സുരക്ഷിതമായി കടത്തിക്കൊണ്ടുവരിക, അതൊക്കെ ഇതിനോടകം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും ഇതിൽ യന്ത്രസാമഗ്രികൾ ഘടിപ്പിച്ച് അവിടെ ഇറക്കി
തെരച്ചിൽ തുടങ്ങുക എന്നത് മാത്രമാണ്. സാങ്കേതികമായ ജോലികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം അതും പൂർത്തിയാക്കി തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേണു. ശരി, എസ് വിജയകുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും പുതിയ വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, ഡ്രഡ്ജർ ഇപ്പോൾ എവിടെയാണ്? അവിടെ മഴയുണ്ടോ? വേണു, രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. അല്പസമയം മുമ്പാണ് ഷിരൂരിൽ മഴ പെയ്തത്. അല്പം ശക്തമായ മഴ തന്നെയാണ് പെയ്തത്. ഇപ്പോൾ മഴ അല്പം തോർന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. നിലവിൽ ഡ്രഡ്ജർ ഉള്ളത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ താഴെയായിട്ടാണ് നിലവിൽ ഈ ഡ്രഡ്ജർ കരക്കടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നിലവിൽ ഡ്രഡ്ജർ മുന്നോട്ട് മൂവ് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 11:30 കൂടി അത് വീണ്ടും ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിക്കുമെന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ നിലവിൽ അതിനിടയിലാണ് ഈ മഴ പെയ്തത്. അപ്പോൾ ഇവരുടെ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന കാര്യം കൂടി ഇനി എന്തായാലും അറിയേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ എത്തിച്ചതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന നടപടിയിലേക്കാണ് ഉടൻ കടക്കുക. അതിന് ഇപ്പോൾ പറഞ്ഞതുപോലെ 4-5 മണിക്കൂർ ആവശ്യമാണ് എന്നതാണ്. അത് 2 വലിയ കുഴലുകൾ ഉൾപ്പെടെ ഈ പുഴക്കടിയിലേക്ക് ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ തിരച്ചിൽ നടപടിയിലേക്ക് എന്തായാലും കടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതൊരു വൈകിട്ടോടെ മാത്രമേ, ഒരു 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ 4 മണിയോടെ മാത്രമേ ഈ തിരച്ചിൽ എന്തായാലും തുടങ്ങാനുള്ള സാധ്യത നിലവിൽ എന്തായാലും കാണുന്നുള്ളൂ. ഷിരൂരിൽ ഇപ്പോൾ രാവിലെ അല്പസമയം മുമ്പ് മഴ പെയ്തു എന്നുള്ളതും നമുക്ക് തിരിച്ചടിയാണ്, ഈ ദൗത്യത്തിന് തിരിച്ചടിയാണ്. ഒരുപക്ഷെ ഈ ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ഡ്രഡ്ജർ പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതിൽ അല്പസമയത്തിനകം ഡ്രഡ്ജിംഗ് കമ്പനി അതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരും. നിലവിൽ എന്തായാലും നേരത്തെ ഗംഗാവലി റെയിൽവേ മേൽപ്പാലം കടന്ന് ഡ്രഡ്ജർ അല്പം മുന്നോട്ട് വന്നിരുന്നു. അതിനുശേഷം ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 500 മീറ്റർ താഴെയാണ് നിലവിൽ ഇപ്പോൾ ഡ്രഡ്ജർ കരക്കടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിലവിൽ ചെയ്തിട്ടാണുള്ളത്. അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. അതിനുശേഷം ഒരു 11:30 കൂടി വീണ്ടും എത്തിക്കും എന്ന് അറിയിച്ചിരുന്നു. അതിനിടെയാണ് ഷിരൂരിൽ ശക്തമായ മഴ പെയ്യുകയും ചെയ്തത്. അരുൺ പൂപ്പറമ്പയും വിജയകുമാറുമാണ് വിവരങ്ങൾ നൽകിയത്.